ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു നാടൻ ബീഫ് കറി തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണിത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തത്. കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇത് കുക്കറിലേക്ക് മാറ്റാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പ്രഷർ കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ബീഫ് മുഴുവനായിട്ടും വേവിച്ചെടുക്കേണ്ട. ഏകദേശം 80 മുതൽ 90% വരെ ബീഫ് വേവിച്ചെടുത്താൽ മതി. അവസാനം മസാല തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് വീണ്ടും ഈ ബീഫിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബീഫ് മുഴുവനായിട്ടും വേവിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി കൂടുതലുണ്ടെങ്കിൽ ചെറിയ ഉള്ളി മാത്രം വെച്ച് തന്നെ ഈ ബീഫ് കറി തയ്യാറാക്കാം. സവാള ചേർക്കണമെന്നില്ല. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് അളവ് കൂടുതലെടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർക്കാനുള്ളത്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ വഴറ്റിയ ശേഷം മാത്രമേ ഇതിലേക്ക് പൊടിവകകളൊക്കെ ചേർക്കാവൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. 1 ടീസ്പൂൺ പെരുംജീരക പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചേർത്ത എല്ലാ പൊടികളും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർക്കണം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഈ മസാലയുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 3-4 മിനിറ്റ് എടുക്കും തക്കാളി ഒന്ന് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരുന്നതിന്. ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് മസാലയുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്. കുക്കർ തുറക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കളയണ്ട, ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ബീഫും മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഇനി ഒഴിക്കാനുള്ളത്. എത്ര ഗ്രേവിയാണ് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് കറി നമ്മൾ തയ്യാറാക്കുമ്പോഴും ഇടയ്ക്ക് വെച്ച് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ മുഴുവനായിട്ടും ബീഫ് വേവിച്ചെടുത്തിട്ടില്ലായിരുന്നു. ഇനി ഈ മസാലയിൽ കിടന്ന് ബീഫ് ബാക്കി വെന്ത് വരണം. എങ്കിൽ മാത്രമേ ആ ഒരു നാടൻ ബീഫ് കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചെറുതീയിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും കൂടി അറിയിക്കാനായിട്ട് മറക്കരുത്. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. നേരത്തെ ബീഫ് വേവിച്ചപ്പോഴും 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. അവസാനം ഈ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുമ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്താം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ചാറോട് കൂടിയാണ് ഇത് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പികളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക. ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.